ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിന്ദി പ്രസമിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അതായത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, UP-യിലെ ഹിന്ദി ടീച്ചറാവാൻ വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയാണ്. അതിന് 2019 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റായിട്ട് SC/ST-കാർക്ക് വേണ്ടി നടത്തിയ പരീക്ഷയാണ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ മോഡലും ഏകദേശം എല്ലാ പരീക്ഷകൾക്കും, ഹിന്ദി പരീക്ഷകൾക്ക്, അതായത് കേട്ടറ്റ്, സെറ്റ്, അതായത് കൂടാതെ HSA, HSST തുടങ്ങിയ പരീക്ഷകൾക്കും ഏകദേശം ഇതേ മോഡൽ തന്നെയാണ് പരീക്ഷ. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, എല്ലാം ഒരേ മോഡൽ തന്നെയാണ് പരീക്ഷകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏത് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാക്കുന്നു, ഹിന്ദി സംബന്ധിച്ച് ഏത് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാക്കുന്നവർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അവർക്ക് വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് UP-യിലെയാണ്. അതിനു മുമ്പ് ഹിന്ദി പ്രസം എന്ന ചാനൽ ഇതുപോലെയുള്ള മത്സര പരീക്ഷകൾക്കും യോഗ്യതാ പരീക്ഷകൾക്കും, ഹിന്ദി ബേസ് ചെയ്തുള്ള മത്സര പരീക്ഷകൾക്കും യോഗ്യതാ പരീക്ഷകൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടുകൂടി അതിനൊപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരികയുള്ളൂ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹിന്ദി പ്രസമിലേക്ക് സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് ആകെ 100 ക്വസ്റ്റ്യൻ ആണുള്ളത്. 100 ക്വസ്റ്റ്യന് 100 മാർക്ക്. നെഗറ്റീവ് മാർക്കുണ്ട്. ആദ്യത്തെ 20 മാർക്ക് GK-യുമായി ബന്ധപ്പെട്ടും സൈക്കോളജിയുടെ ജനറൽ പേപ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത് ഈ തവണ പരീക്ഷയ്ക്ക് ഉണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ഇനി വരുന്ന പരീക്ഷകളിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന പരീക്ഷകളിൽ അതുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. നമുക്ക് ആ 80 ക്വസ്റ്റ്യൻ, ഹിന്ദിയുമായി ബന്ധപ്പെട്ട 80 ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആദികാൽക്കോ ചാരൻകാൽ നാം കിസ്നെ ദിയ. ആദികാൽക്കോ ചാരൻകാൽ നാം കിസ്നെ ദിയ. നമ്മൾ ആദികാലിലെ നാമകരൺ ടോപ്പിക്ക് പഠിച്ചതാണ്. അതിനകത്ത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡോക്ടർ നാഗേന്ദ്ര മിശ്ര ബിന്ദു, രാമചന്ദ്ര ശുക്ല, ഡോക്ടർ രാംകുമാർ വർമ്മ എന്നാണ്. പക്ഷെ നമ്മൾ പഠിച്ചതിൽ ചാരൻകാൽ എന്ന പേര് കൊടുത്തത് ഗ്രിയർസൻ ആണ്. ഡോക്ടർ രാംകുമാർ വർമ്മ സന്ധി ഏവം ചാരൻകാൽ എന്നാണ് ആദികാലിന് പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഗ്രിയർസൻ എന്ന ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർ രാംകുമാർ വർമ്മ തിരഞ്ഞെടുക്കാം. ഇത് PSCയുടെ ഫൈനൽ ആൻസറിയാണ്. അവർ ഈ ഉത്തരം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നാലും അവർ അംഗീകരിച്ചാലും അതിന് നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് ഒരു ഓപ്ഷൻ ഇങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രം ഡോക്ടർ രാംകുമാർ വർമ്മയെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ആദികാൽക്കോ ചാരൻകാൽ നാം കൊടുത്തത് ശരിക്കും ഉത്തരം ഗ്രിയർസൻ ആണ്. ഇവിടെ ഗ്രിയർസൻ എന്ന ഓപ്ഷൻ ഇല്ല. ഡോക്ടർ രാംകുമാർ വർമ്മ പറഞ്ഞിരിക്കുന്നത് സന്ധി ഏവം, ആദികാലിന് സന്ധി ഏവം ചാരൻകാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉത്തരം തിരഞ്ഞെടുത്തിരിക്കുന്നത്. नेक्स्ट, अमीर खुसरो का असली नाम क्या है? अमीर खुसरो का असली नाम अब्दुल हसन. मृगावती किसकी रचना है? मृगावती कुदुम्बന്റെ രചനയാണ്. जल में कुंभ, कुंभ में जल, बाहर भीतर पानी, फूटा कुंभ जल जल ही समाना, यह तद कहो ज्ञानी. ഇൻ പങ്ക്തിയോ മേ കോൺസാ ദർശൻ ഹേ. അപ്പോൾ ഈ പങ്ക്തിയിൽ ഏത് ദർശനമാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് അദ്വൈത ദർശനമാണ് ഉള്ളത്. അദ്വൈത ദർശനമാണ് ഉള്ളത്. നെക്സ്റ്റ്, കേശവദാസ് ദ്വാര രചിത മഹാകാവ്യ കോൺസാ ഹേ? കേശവദാസ് ദ്വാര രചിത മഹാകാവ്യ 4 ഓപ്ഷൻ: രാമചന്ദ്രിക, ബാരഹമാസ, കവിപ്രിയ, രസികപ്രിയ. ഉത്തരം രാമചന്ദ്രിക. खनानंद को सुजान शब्द का प्रयोग किसके लिए किया है? खनानंद ने सुजान शब्द का प्रयोग किसके लिए किया है? उत्तर श्री कृष्ण. भूषण के काव्य में कौन सा रस ज्यादा है? ഓപ്ഷൻ തന്നിരിക്കുന്നത് വീര, കരുൺ, ശൃംഗാർ, ശാന്താണ്. ഭൂഷൺ കെ കാവ്യ में വീരരസാണ് ഉത്തരം. വീരരസാണ് സ്യാദ. द्वैतवाद का संस्थापक किसे माना जाता है? द्वैतवाद മാധവാചാര്യ. द्वैतवाद മാധവാചാര്യാണ് ഉത്തരം. പ്രേം വാടിക കിസ്കി രചന ഹെ? പ്രേം വാടിക രസ്ഖാൻ, രസ്ഖാന്റെ രചനയാണ് പ്രേം വാടിക.
അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ വിഷയത്തിൽ നിന്നും ഏകദേശം 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 80 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 80 ടോപ്പിക്ക് നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ടോപ്പിക്ക് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചതിൽ കുറേ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. द्विवेदी जी के प्रयत्नों में खड़ी बोली काव्य की मुख्य भाषा बन गई. ये किसका कथन है? ഡോക്ടർ നഗേന്ദ്രനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദ്വിവേദി കെ പ്രയത്നോമേ ഖടി ബോലി കാവ്യക്ക് മുഖ്യ ഭാഷ ബൻ ഗയി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ നഗേന്ദ്രനാണ്. കവി കർത്തവ്യ കിസ്കാ നിബന്ധ ഹെ? കവി കർത്തവ്യ മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ നിബന്ധാണ്. കവി കർത്തവ്യ മഹാവീർ പ്രസാദ് ദ്വിവേദി. भारतेंदु हरिश्चंद्र की मौलिक नाट्यकृति कौन सी है? भारतेंदु हरिश्चंद्र की मौलिक नाट्यकृति അത് സത്യ ഹരിശ്ചന്ദ് ആണ്. അദ്ദേഹത്തിന്റെ മൗലിക് നാട്യകൃതി സത്യ ഹരിശ്ചന്ദ്. ഇന്ദുമതി കിസ്കി കഹാനി ഹെ? ഇന്ദുമതി കിസ്കി കഹാനി ഹെ? അപ്പം നമ്മൾ ആ കഹാനി പഠിക്കുമ്പോൾ പഠിക്കുന്ന ആദ്യത്തെ പേരാണ്. അതൊക്കെ ഇനി എടുക്കാനുള്ള ടോപ്പിക്കാണ്. ഇന്ദുമതി കിസ്കി കഹാനി ഹെ? കിഷോരിലാൽ ഗോസ്വാമി. उसने कहा था कहानी का प्रकाशन किस पत्रिका में हुआ था? അതിൻ്റെ ഉത്തരം സരസ്വതി. ഉസ്നെ കഹാദ സരസ്വതിയിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്. രാം തുമാര വൃത്ത് സ്വയം ഹി കാവ്യ ഹെ? कोई कवि बन जाए सहज संभाव्य है किसकी उक्ति है? ഇത് മൈഥിലി ശരൺ ഗുപ്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. सरहप्पा का ग्रंथ कौन सा है? सरहप्पा का ग्रंथ ഓപ്ഷൻ തന്നിരിക്കുന്നത് ദോഹാകോശ്, പാഹുഡ് ദോഹ, ശിവസിംഗ് സരോജ്, ശിവവാബനി. ഉത്തരം ദോഹാകോശ്. सरहप्पा का ग्रंथ ദോഹാകോശ്. इनमें പ്രേംചന്ദ് ദ്വാരാ രചിത നാടക कौन सा है? പ്രേംചന്ദ് ഒരേ ഒരു നാടകമാണ് എഴുതിയിട്ടുള്ളൂ. ഓപ്ഷൻ തന്നിരിക്കുന്നത് നിർമ്മല, കരുണ, കങ്കാൽ, കർബല. അപ്പോൾ അതിനകത്ത് ഉത്തരം കർബല. അപ്പോൾ പ്രേംചന്ദിൻ്റെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരേ ഒരു നാടകമുള്ളൂ. ആ നാടകത്തിൻ്റെ പേര് കർബല. ഇത് മാറി ചോദിക്കുന്ന നാട്ടതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പത്മാവതി സമയ കിസ് മഹാകാവ്യ കാ അംശ ഹെ? പത്മാവതി സമയ നമ്മളെ കൺഫ്യൂഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കൂ. പൃഥ്വിരാജ് രാസോ, മധുമാലതി, പത്മാവത് ചന്ദായൻ. പക്ഷെ ഉത്തരം പൃഥ്വിരാജ് രാസോയാണ്. അപ്പോൾ പത്മാവതി സമയ പൃഥ്വിരാജ് രാസോയിലെ ഒരു അംശമാണ്. ജനമേജയിക നാഗയജ്ഞ കിസ്കാ നാടക ഹെ? ജനമേജയിക നാഗയജ്ഞ ജയശങ്കർ പ്രസാദിൻ്റെ നാടകമാണ്. അപ്പം നാടകത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കവിതയിൽ നിന്ന് വന്നിട്ടുണ്ട്. स्थूल के प्रति सूक्ष्म का विद्रोह किस काव्यांदोलन की प्रवृत्ति है? അപ്പോൾ സ്ഥൂൽ കെ പ്രതി സൂക്ഷ്മ കാ വിദ്രോഹ ഓപ്ഷൻ തന്നിരിക്കുന്നത് പ്രയോഗവാദ, ഛായാവാദ, പ്രഗതിവാദ, നൈകവിത. അപ്പോൾ ഛായാവാദാണ് സ്ഥൂൽ കെ പ്രതി സൂക്ഷ്മ കാ വിദ്രോഹ. इस पौरुषपूर्ण समय में किस कवयित्री का काव्य संग्रह है? इस पौरुषपूर्ण समय में അത് കാത്യായനിയുടെ കാവ്യസംഗ്രഹമാണ്. നെക്സ്റ്റ് 43 താരസപ്തക് കിസ് വർഷമേ പ്രകാശിത് ഹുവ? അപ്പോൾ താരസപ്തക് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ താരസപ്തക് 3 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആദിത്യയാണ് താരസപ്തക് എന്ന പേരിൽ അറിയപ്പെടുന്ന ആദിത്യയാണ്. അത് 1943. शक्ति के विद्युत कण जो व्यस्त विकल विकरे है जो निरुपाय समन्वय उसका करे समस्त विजयी जाए किस काव्य की पंक्तियां है? അപ്പം ഈ പങ്ക്തി ഏത് കാവ്യത്തിലാണ് ചോദിക്കുന്നത്. ഉത്തരം കാമായനി. केरल में हिंदी भाषा और साहित्य का विकास शीर्षक ग्रंथ का लेखक कौन है? അപ്പോൾ കേരളത്തിൽ എഴുതിയ കേരളമേ മലയാളത്തിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണ് കേരൾ മേ ഹിന്ദി ഭാഷ ഔർ സാഹിത്യ കാ വികാസ്. അത് എഴുതിയത് ഡോക്ടർ NE വിശ്വനാഥ് അയ്യരാണ്. കേരൾ മേ ഹിന്ദി ഭാഷ ഔർ സാഹിത്യ കാ വികാസ് ഡോക്ടർ NE വിശ്വനാഥ് അയ്യർ. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഹിന്ദി സാഹിത്യം എന്ന ടോപ്പിക്കായിട്ട് തന്നെ എടുത്ത് പഠിക്കണം. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. പശ്ചിമി ഹിന്ദിക്ക് ബോലി കോൺസി ഹെ? അവധി, കൗരവി, ബഖേലി, ഭോജ്പൂരി. അപ്പോൾ അതിൻ്റെ ഉത്തരം കൗരവിയാണ്. പശ്ചിമി ഹിന്ദിയുടെ ഒരു ബോലിയാണ് കൗരവി.
नामवर सिंह की कृति कविता के नए प्रतिमान किस वाद से प्रभावित है? അതിൻ്റെ ഉത്തരം രൂസി രൂപവാദ്. അപ്പം കവിത കെ നയേ പ്രതിമാൻ അതിൻ്റെ ലേഖക് നാംവർ സിംഗ് ആണ്. അത് രൂസി രൂപവാദ് നിന്ന് പ്രഭാവിതാണ്. ദേവനാഗരി ലിപി കിസ് പ്രകാർ കി ലിപി ഹെ? അതിൻ്റെ ഓപ്ഷൻ തന്നിരിക്കുന്നത് വർണ്ണനാത്മക്, ചിത്രാത്മക്, ധ്വന്യാത്മക്, അക്ഷരാത്മക്. അപ്പോൾ ദേവനാഗരി ലിപി അക്ഷരാത്മക് ധ്വനിയാണ്. മുക്തി പർവ് കിസ്കാ ഉപന്യാസ് ഹെ? മുക്തി പർവ് ദളിത് ഉപന്യാസാട്ട മുക്തി പർവ്. ഓപ്ഷൻ തന്നിരിക്കുന്നത് സത്യപ്രകാശ്, മോഹൻദാസ് നൈമിഷിരായ്, ഓം പ്രകാശ് വാത്മീകി, ജയപ്രകാശ് കർദം. അപ്പോൾ മുക്തി പർവ് മോഹൻദാസ് നൈമിഷിറായുടെ രചനയാണ്, ഉപന്യാസമാണ്. സഞ്ജീവ് കെ ഉപന്യാസ് ദാർ മേം ചിത്രിത പ്രമുഖ സമസ്യ കോൻസി ഹെ? അടുത്തതും അപ്പോൾ ഉപന്യാസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സഞ്ജീവിൻ്റെ ഉപന്യാസ് ദാറിലെ പ്രമുഖ സമസ്യ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പാരിസ്ഥിതിക് സമസ്യ. പ്രമുഖ സമസ്യ ദാറിലെ സമസ്യ പാരിസ്ഥിതിക് സമസ്യയാണ്. അത് ഉപന്യാസാണ്, എഴുതിയത് സഞ്ജീവാണ്. അടുത്ത് 51. भारत में अंग्रेजी राज और मार्क्सवाद जो सोवियत लैंड नेहरू पुरस्कार से सम्मानित भी है, इसका लेखक कौन है? അപ്പോൾ ഭാരത് മേ അംഗ്രേസി രാജ് അവർ മാർക്സ്വാദ് എന്ന ലേഖനത്തിൻ്റെ ലേഖകാരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് രാംവിലാസ് ശർമ്മയാണ്. പ്രഗതിശീൽ ലേഖൻ സംഘയ്ക്ക് പ്രഥം ബൈഠക് കഹാ ഹുയി? അപ്പോൾ പ്രഗതിശീൽ ലേഖൻ സംഘിൻ്റെ പ്രഥം ബൈഠക് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം ലഖ്നൗ ആണ്. ഭ്രമരാനന്ദ് കിസ് ആലോചക കാ ഛത്മ നാം താ? ഭ്രമരാനന്ദ് വിദ്യാനിവാസ് മിശ്ര കാ ഛത്മ നാം ഹെ. അമൃത റായ് കിസ് കഹാനി ആന്തോളൻ കെ പ്രവർത്തക ഹെ? നമ്മൾ ആ പ്രവർത്തക പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. സഹജ് കഹാനിയുടെ പ്രവർത്തകമാണ് അമൃത് റായ്. അമൃത റായ് सहज कहानी. केरल की पहली हिंदी पत्रिका कौन सी है? केरल की पहली हिंदी पत्रिका ഹിന്ദി മിത്ര. വീണ്ടും കേരളത്തിലെ ഹിന്ദി സാഹിത്യത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കേരള की पहली हिंदी पत्रिका हिंदी मित्र. कलाकार की अस्मिता और संघर्ष चेतना पर लिखा हुआ ഭീഷ്മ സാഹനി കാ നാടക കോൺ സാ ഹെ? ഭീഷ്മ സാഹനിയുടെ നാടകത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. കലാകാർക്ക് അസ്മിത ഓർ സംഘർഷ് ചേതന പർ ലിഖാ ഗയാ. ആ നാടകം ഹാനുഷ് ആണ്. ഹാനുഷ്. നാഗാർജുൻ കിസ് കാവ്യധാര കെ കവി രഹേഗെ? പ്രഗതിവാദി, ഛായാവാദ, പ്രയോഗവാദി, നയി കവിത. അപ്പോൾ നാഗാർജുൻ പ്രഗതിവാദി കവിയാണ്. സൂരജ്മുഖി അന്തേരെ കെ अंधेरे में എന്നാണ് മാറിപ്പോയാന്ന് തോന്നുന്നു. സൂരജ്മുഖി അന്തേരെ മേം കാ രചനാക്കാർ കോൻ ഹെ? കൃഷ്ണ സോപതിയുടെയാണ്. സൂരജ്മുഖി അന്തേരെ മേം കൃഷ്ണ സോപതി. ആധുനിക നാടക കാ മസീഹ കിസെ മാനാ ജാത്ത ഹെ? ആധുനിക നാടക കാ മസീഹ മോഹൻ രാകേഷ് ആണ്. पश्चिमी हिंदी किस अपभ्रंश से विकसित है? पश्चिमी हिंदी किस अपभ्रंश से विकसित है? അപ്പോൾ ശൗർസേനി അപഭ്രംശം എന്നാണ് വികസിച്ചത്. അപ്പോൾ നമ്മൾ 2-3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഭാഷയും ബോലിയും എന്നൊക്കെ, ഭാഷ, ഉപഭാഷ, ബോലി എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു. അപ്പോൾ ആ ടോപ്പിക്കൊക്കെ കൃത്യമായിട്ട് എടുത്ത് പഠിക്കേണ്ടതാണ്. അതിൽ നിന്നൊരു 3-4 ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഏത് പരീക്ഷയായാലും. ഇത് നിങ്ങൾ PSC തന്നെ വിചാരിക്കേണ്ട കേട്ടോ. ഹിന്ദി ബേസുള്ള PSC കേട്ടറ്റ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഇത് എങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഒരു പരീക്ഷയ്ക്ക്, ഹിന്ദിയുടെ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെന്ന ആൾക്കും ഇതെല്ലാം പഠിക്കണം. നെറ്റാവുമ്പോൾ നമ്മൾ കേരളത്തിലെ ഹിന്ദി സാഹിത്യം പഠിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പരീക്ഷകൾക്കും ഈ നമ്മൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കും പഠിക്കണം. निम्नलिखित में आलसी शब्द की भाववाचक संज्ञा चुनकर लिखी. അപ്പോൾ ഗ്രാമറിൽ നിന്നാണ് ഇനി പോർഷൻ വന്നിരിക്കുന്നത്. ആലസിയുടെ ഭാവവാചക സംജ്ഞയാണ് ചോദിച്ചിരിക്കുന്നത്. ആലസ്, ആലസ്, ആലസ്യ, ആലസിപ്പൻ. ഉത്തരം ആലസ്യാണ്. ആലസ്യ. कोई सर्वनाम का बहुवचन रूप निम्नलिखित में से कौन सा है? कोई सर्वनाम का बहुवचन രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ തന്നിരിക്കുന്നത് കിസി, കോയി, കിനി, കുച്ച്. ഉത്തരം കിനിയുമാണ്. तुम बहुत अच्छे आदमी हो. इस वाक्य में प्रयुक्त പ്രവിശേഷൺ ശബ്ദ പ്രവിശേഷണാണ് ചോദിച്ചിരിക്കുന്നത്. തും ബഹുത്ത്
चे आदमी हो. അപ്പം വിശേഷന് മുമ്പ് വിശേഷിപ്പിക്കുന്നതാണ് പ്രവിശേഷൻ. അപ്പം അച്ചേ വിശേഷനാണ്. ഉത്തരം ഏതാ? ബഹുത്ത്. ബഹുത്താണ് പ്രവിശേഷൻ. वह स्कूल चला गया होगा. यह वाक्य किस काल में है? वह स्कूल चला गया होगा. അത് സന്ദിഗ്ധ ഭൂതകാലാണ്. राम ने मोहन को पुस्तक दी. इस वाक्य में रेखांकित शब्द किस कार्य की विभक्ति है? ഇവിടെ കോയാണ് തന്നിരിക്കുന്നത്. സമ്പ്രദായകാരകാണ്. വാച്യക്ക് കിത്തനെ ഭേദ് ഹോത്തെ ഹെ. വാച്യത്തിന്റെ എത്ര ഭേദമുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം 3 ആണ്. നിമ്നലിഖിത में से അകർമ്മ ക്രിയ ചുൻകർ ലിഖി. അകർമ്മ ക്രിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആന, പഠന, ലിഖന, ദേന. അപ്പം അതിനകത്ത് ഒരേ ഒരു അകർമ്മ ക്രിയയുള്ളൂ, ആന. ബാക്കിയെല്ലാം സകർമ്മകാണ്. ശരീർ കെ അംഗോം കെ വ്യാപാർ കോ ക്യാ കഹാ ജാത്താ ഹെ? ശരീർ കെ അംഗോം കെ വ്യാപാർ കോ. അത് നമ്മൾ ആ രസ് അല്ലെങ്കിൽ കാവ്യശാസ്ത്രത്തിൻ്റെ പോർഷനാണ്. സ്വാത്തിക്, ആചാര്യ, വാചിക്, ആംഗിക്. ആംഗികാണ് നമ്മുടെ അംഗങ്ങൾ വഴി ഉള്ള വ്യാപാരം. അതായത് നമ്മുടെ ചേഷ്ടകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ആംഗികളൊക്കെ ആംഗിക്. വിഭാവാനുഭാവ് സംജാരി ഭാവ സംയോഗാത് രസ് നിഷ്പത്തി കിസ്കി ഉക്തി ഹെ. അപ്പം വീണ്ടും നമ്മുടെ കാവ്യശാസ്ത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ വിഭാവാനുഭാവ് സംജാരി സംയോഗാത് രസ് നിഷ്പത്തി, അത് ഭരതമുനിയുടെ വാക്കാണ്. നിമ്നലിഖിത में से ഭരത് മുനി की രചന कौन सी है? വീണ്ടും വന്നിരിക്കുന്നത് ആ ടോപ്പിക് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഏകദേശം ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വന്നതെന്ന്. അപ്പോൾ എത്ര ടോപ്പിക്ക് ഇതിന്ന് കിട്ടും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ അത് നോക്കേണ്ടത് എങ്ങനെയാണ്. വെറുതെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം മാത്രം പഠിക്കാണ്ട് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തൊന്നും വരില്ല. അതിനകത്ത് എത്ര ടോപ്പിക്ക് വന്നു ആ ടോപ്പിക്കുകളുടെ ഏതാണെന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കണം. ആ ടോപ്പിക്കിൽ നിന്ന് എത്ര മാർക്ക് വന്നു എന്ന് നോക്കണം. അതുപോലെ എല്ലാ ടോപ്പിക്കിൽ നിന്നും വരും. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യണം. അപ്പോൾ 80 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 50 ടോപ്പിക്ക് കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും നമ്മുടെ കാവ്യശാസ്ത്രത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നിമ്നലിഖിത में से ഭരത് മുനിക്ക് രചന. നമുക്കറിയാം ഭരത് മുനിയുടെ പ്രശസ്തമായ രചന നാട്യശാസ്ത്രം. നാട്യശാസ്ത്രത്തിലെ ഒരു വരിയാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത്. വിഭാവാനുഭാവ് സംജാരി ഭാവ് സംയോഗാത് രസ് നിഷ്പത്തി എന്നത്. ഇനി 71 വീണ്ടും അവിടെ തന്നെയാണ് ടോപ്പിക് വന്നിരിക്കുന്നത്. സഞ്ചാരി ഭാവം की സംഖ്യ कितनी है? സഞ്ചാരി ഭാവന്റെ സംഖ്യ 33 ആണ്. निम्नलिखित में से ध्वनि संप्रदाय के प्रवर्तक कौन है? ध्वनि संप्रदाय के प्रवर्तक आनंद वर्धन ആണ്. निम्नलिखित में से कौन ശബ്ദാലങ്കാർ नहीं है? അപ്പം കാവ്യശാസ്ത്രവും അലങ്കാരവുമാണ് ഇനി വരുന്ന ടോപ്പിക്കുകൾ. ഏകദേശം ഒരു 5-6 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. निम्नलिखित में से कौन ശബ്ദാലങ്കാർ नहीं है? അനുപ്രാസ, യമക, ശ്ലേഷ, രൂപക. അപ്പം രൂപകാണ് ശബ്ദാലങ്കാർ അല്ലാത്തത്. कनक कनकते सौगुणी मादगदा अधिकारी यही पाए बैराग वही खाए बौरव. ഉപയുക്ത പങ്ക്തിയോ में कौन सा अलंकार है? മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്ന സെന്റൻസ് ആണ് കനക് കനക്. മിക്ക പരീക്ഷകൾക്ക് മാറി മാറി അത് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ സെന്റൻസ് ഒന്ന് പ്രത്യേകം നോക്കി വെച്ചാൽ അത് യമക അലങ്കാരാണ്. जब उपनामों से भिन्नता जानते हुए भी उपमेय में उपमान की संभावना की जाती है. അത് ഉത്പ്രേക്ഷിയാണ്. ഒന്നുകൂടെ വായിക്കാം. जब उपमानों से भिन्नता जानते हुए भी उपमेय में उपमान की संभावना की जाती है. അത് ഉത്പ്രേക്ഷ അലങ്കാരമാണ്. चौपाई की एक चरण में कितनी मात्राएं होती है? चौपाई की एक चरण में 16 മാത്രകളാണ് ഉള്ളത്. औचित्य को रस का प्राण किसने कहा? औचित्य को रस का प्राण എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ഷേമേന്ദ്രാണ്. भरत सूत्र के पहले व्याख्याकार कौन है? भरत सूत्र के पहले व्याख्याकार അത് ഭട്ടലോളടാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ വിഭാവ അനുഭാവ സംജാരി സംയോഗ രസ് നിഷ്പത്തി അതിൻ്റെ പ്രഥം വ്യാഖ്യാകാർ. ആ സെൻറ്റൻസിൻ്റെ ആദ്യമായിട്ട് വ്യാഖ്യാനിച്ച് അർത്ഥം എഴുതിയത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഭട്ടലോളടാണ്. രാം ने रावण को तीर से मारा. इस वाक्य में कितने अर्थ तत्व है? അപ്പം 4 അർത്ഥതത്വമാണ് ഇതിനകത്തുള്ളത്. किसी भी भाषिक इकाई को किसी भी इंद्रिय से ग्रहण करने पर जो मानसिक प्रतीति होती है उसे हम क्या कहते हैं? अब भाषिक इकाई को किसी भी इंद्रिय से ग्रहण करने की जो मानसिक प्रतीति होती है. ഉത്തരം തന്നിരിക്കുന്ന പദ, ധ്വനി, അർത്ഥ, രൂപ്. അപ്പം അതെന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ദ്രിയസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അർത്ഥമാണ്.
അപ്പോൾ ചെറിയൊരു ചോദ്യമാണ് അത്. ആ ചോദിച്ചിരിക്കുന്ന രീതി കണ്ടോ, നമ്മളെ കൺഫ്യൂഷൻ ചെയ്യുന്നതാണ്. ശരിക്കും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ അതൊന്ന് തല തിരിച്ച് അവർ ചോദിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കുക. കിസിബി ഭാഷികായിക്കോ, അതിൻ്റെ ഭാഷികായ ഒരു യൂണിറ്റിനെ ഇന്ദ്രിയസെ ഗ്രഹൺ കർണേ പർ ജോ മാനസിക് പ്രതീതി, നമുക്കത് മനസ്സിലായി, ഇന്ദ്രിയങ്ങളിലൂടെ നമുക്കത് മനസ്സിലായി എന്ന് പ്രതീതി തോന്നുന്നു എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ശരിക്കും അർത്ഥം എന്താണ്, പദം എന്താണ്, ധ്വനി എന്താണ്, രൂപം എന്താണെന്ന് നമുക്ക് അറിയാം. പക്ഷെ നമ്മളെ കൺഫ്യൂഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ ഉത്തരം അർത്ഥമാണ്. वाइगोट्स्की की ने भाषा सीखने की प्रक्रिया में किस पर बल दिया है? तो वाइगोट्स्की ने सामाजिक अंध क्रिया पर बल दिया है. पठन कौशल से मतलब क्या है? पठन कौशल से मतलब पढ़कर ലിഖന. അപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഹിന്ദി ശിക്ഷൺ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്, അതൊരു ടോപ്പിക്കായിട്ട് ഹിന്ദി നമ്മൾ ബി എഡിന് പഠിച്ച് ഹിന്ദി അധ്യാപകനാവാൻ, ബി എഡോ ഡി എഡോ ഏതെങ്കിലും കോഴ്സിന് ഹിന്ദി അധ്യാപകനാവാൻ അല്ലെങ്കിൽ അധ്യാപികാവാൻ പഠിച്ച ആ പോർഷൻസ് നോക്കണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ ഇത് എല്ലാ പരീക്ഷകൾക്കും ഇത് വരുന്നുണ്ട്. കേട്ടിട്ട് സെറ്റ്, നമ്മുടെ PSC പരീക്ഷകൾ, അതായത് HSA, HSST, പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, ഫുൾ ടൈം, എല്ലാത്തിനും ഈ പോർഷൻ കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതാണ് ഇത് നന്നായിട്ട് കവർ ചെയ്യണം. അപ്പോൾ പഠൻ കൗശൽ എന്ന് പറയുന്നത് എന്തിനാണ്? പഠിക്കർ സമझना. किस विधि के द्वारा पढ़ने पर पद्य के गुण दोषों को आलोचना होती है? അത് സമീക്ഷാ വിധിയാണ്. അംബാസഡർ का समानार्थी शब्द कौन है? അംബാസഡറിൻ്റെ സമാനാർത്ഥി ശബ്ദം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. രാജ്ദൂത്, ഉമ്മീദ്വാർ, റോക്കടിയ, അധിപതി. അപ്പോൾ അംബാസഡർ ഏതാണ്? അധിപതിയാണ്. സർക്കുലർക്കോ ഹിന്ദിമേ ക്യാ कहते हैं? അത് ഇൻഡ്യോ ഇട്ടിരിക്കുന്ന കാരണം അത് ഡിലീറ്റ് ചെയ്തതാണ്. അത് ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ഉത്തരം വന്നതിൽ അത് ഉൾപ്പെടാണ്ട് അത് ക്യാൻസൽ ചെയ്തതാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ ഇവിടെ നോക്കുന്നില്ല. നെക്സ്റ്റ്, സഞ്ചാർ മാധ്യമം കാ ഉദ്ദേശ് ക്യാ ഹെ? സഞ്ചാർ മാധ്യമം കാ ഉദ്ദേശ് സംപ്രേഷണാണ്. കിസ് വിധാ കോ ശിക്ഷൺ കെ വക്ത് മൗൻ പഠൻ കോ സ്യാദാ മഹത്വ ഹെ? മൗന പഠന ഏറ്റവും മഹത്വമുള്ള ഏത് വിധിയാണ്? ഏകാംഗി, നാട്, കവിത, നിബന്ധ്. അപ്പം ഉത്തരം കവിതയാണ്. नेक्स्ट है, घर व समाज से बच्चा किसका अर्जन करता है? घर व समाज से बच्चा किसका अर्जन करता है? भाषा का अर्जन करता है. अതാണ് ഉത്തരം. उपचारात्मक शिक्षण के उद्देश्य क्या है? उपचारात्मक शिक्षण छात्रों का पिछड़ापन दूर करना. ഉപചാരാത്മക ശിക്ഷൺ എന്ന് പറയുന്നത് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? छात्रों के पिछड़ापन दूर करने के വേണ്ടിയാണ്. जिस विधि में पहले उदाहरण प्रस्तुत किए जाते हैं उसे क्या कहते हैं? ആദ്യം ഉദാഹരണം കൊടുത്തിട്ട് പഠിച്ചു പോകുന്നത് അത് ആഗമൻ വിധിയാണ്. अकबर के शासनकाल में मंत्री टोडरमाल के उपदेशों से किस भाषा को हिंदी की जगह पर राजभाषा बनाया गया? അത് ഫാർസിയാണ് അക്ബർ രാജഭാഷയായിട്ട് സ്വീകരിച്ചത്. ईस्ट इंडिया कंपनी ने कब तक फारसी को राजभाषा बनाया रखा? അപ്പോൾ എത്ര കാലത്തോളം, എത്ര സമയം വരെ? അത് 1833 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫാർസിയായിരുന്നു രാജഭാഷയായിട്ട് വിചാരിച്ചിരുന്നു. संविधान सभा में हिंदी को राजभाषा बनाने का प्रस्ताव किसने प्रस्तुत किया? അപ്പോൾ संविधान सभा में हिंदी को राजभाषा बनाने का प्रस्ताव किसने प्रस्तुत किया? ഓപ്ഷൻ തന്നിരിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ, മഹാത്മാഗാന്ധി, ഗോപാൽ സ്വാമി അയ്യങ്കർ, സർദാർ പട്ടേൽ. അതിന് ഉത്തരം ഗോപാൽ സ്വാമി അയ്യങ്കർ ആണ്. भारतीय संविधान में हिंदी भाषा को राजभाषा के रूप में कब मान्यता मिली? 14 सितंबर 1949 ആണ് ഉത്തരം. संविधान के किस अनुच्छेद में हिंदी को संघ की भाषा और देवनागरी को लिपि कहा गया है? അനുച്ഛേദ് 343 ആണ്. അപ്പോൾ ആ രാജഭാഷ, രാഷ്ട്രഭാഷ, അതുമായിട്ട് പിന്നെ നമ്മുടെ സംസ്ഥകൾ, സ്ഥാപനങ്ങൾ, ഹിന്ദി ലാംഗ്വേജിന് വേണ്ടി പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ, അതൊരു ടോപ്പിക്കായിട്ട് നോക്കണം. राजभाषा के लिए प्रयुक्त अंग्रेजी शब्द क्या है? നാഷണൽ ലാംഗ്വേജ്, ലിങ്ക് ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ്, അഡീഷണൽ ലാംഗ്വേജ്. അപ്പോൾ രാജഭാഷ എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. साहित्यिक अपभ्रंश को पुरानी हिंदी किसने कहा?
സാഹിത്യക് അപഭ്രംശിക്കോ പുരാനി ഹിന്ദി എന്ന് വിളിച്ചത് ആരാണ്? അത് ഡോക്ടർ ആചാര്യ രാമചന്ദ്ര ശുക്ലാണ്. നാഗരി പ്രചാരണി സഭാക്കി സ്ഥാപന കബ് ഹുയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹിന്ദിക്ക് വേണ്ടി പ്രവർത്തിച്ച സ്ഥാപനങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്ന്. അതിൽ നിന്നുള്ള ടോപ്പിക്കാണിത്. 1833 1893 നാഗരി പ്രചാരണി സഭ സ്ഥാപിച്ചത്. राजभाषा आयोग के प्रथम अध्यक्ष कौन थे? राजभाषा आयोग के प्रथम अध्यक्ष कौन थे? ബാലഗംഗാധർ ഖരെ. അപ്പം അങ്ങനെ നമ്മളുടെ 80 ക്വസ്റ്റ്യൻ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ചാനൽ ഹിന്ദി പ്രസം ചാനൽ ഇതിനു വേണ്ടി നമ്മുടെ ഹിന്ദി പഠിച്ച് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. അതായത് കേട്ടറ്റ് നെറ്റ് സെറ്റ് പോലെയുള്ള യോഗ്യതാ പരീക്ഷകൾക്കും PSC ഹിന്ദി ബേസ് ചെയ്തുള്ള PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യണം. ധന്യവാദ്.